ഹലോ സ്റ്റുഡൻസ്, എല്ലാവർക്കും നമസ്കാരം. ഹിരോഷിമ നാഗസാക്കി ദിനക്കിസ് പാർട്ട് 2 ആണ് ഡിസ്കസ് ചെയ്യുന്നത്. 2 പാർട്ടായിട്ടാണ് ഇതിൻ്റെ ക്ലാസ് ചെയ്തിട്ടുള്ളത്. പാർട്ട് 1 എൻ്റെ സ്ക്രീൻ നൽകാം. എല്ലാ സ്റ്റുഡൻസും വീഡിയോയ്ക്ക് ഒരു ലൈക്ക് കൊടുക്കുക. നമ്പർ 31, ആണവ നിരായുധീകരണത്തിൻ്റെ സന്ദേശവുമായി ശാസ്ത്രജ്ഞരുടെയും ചിന്തകരുടെയും നേതൃത്വത്തിലുണ്ടായ പ്രസ്ഥാനം. ആൻസർ പഗ്വാഷ്. ആൻസർ പഗ്വാഷ്. നമ്പർ 32, പഗ്വാഷ് പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയവർ. ആൻസർ ബെൽട്രാൻഡ് റസൽ, ജൂലിയോ ക്യൂറി, കാൾ പോൾ. നമ്പർ 33, ലോകത്ത് ആദ്യമായി അണുബോംബ് പരീക്ഷിച്ചത്. ആൻസർ മെക്സിക്കോയിലെ മരുഭൂമിയിൽ. മെക്സിക്കോയിലെ മരുഭൂമിയിൽ. 34, വികസിപ്പിച്ചെടുക്കുന്നതിനുള്ള അമേരിക്കയുടെ പദ്ധതി. ആൻസർ മാൻഹട്ടൻ പ്രൊജക്റ്റ്. മാൻഹട്ടൻ പ്രൊജക്റ്റ്. നമ്പർ 35, ട്രിനിറ്റി ടെസ്റ്റ് നടത്തിയ വർഷം, ദിവസം. ആൻസർ 1945 ജൂലൈ 16. നമ്പർ 36, മാൻഹട്ടൻ പ്രൊജക്റ്റിൻ്റെ തലവൻ. ആൻസർ റോബർട്ട് ഓപ്പൺഹൈമർ. മാൻഹട്ടൻ പ്രൊജക്റ്റിൻ്റെ തലവൻ റോബർട്ട് ഓപ്പൺഹൈമർ. നമ്പർ 37, ആറ്റം ബോംബിൻ്റെ പിതാവ്. ആൻസർ റോബർട്ട് ഓപ്പൺഹൈമർ. ആറ്റം ബോംബിൻ്റെ പിതാവ് റോബർട്ട് ഓപ്പൺഹൈമർ. നമ്പർ 38, അണുബോംബാക്രമണത്തിന് ഇരയായിട്ടും ജീവിച്ചിരിക്കുന്നവർക്ക് ജപ്പാനീസ് ഭാഷയിൽ പറയുന്ന പേര്. ഹിബാക്കുഷ്. അണുബോംബാക്രമണത്തിന് ഇരയായിട്ടും ജീവിച്ചിരിക്കുന്നവർക്ക് ജപ്പാനീസ് ഭാഷയിൽ പറയുന്ന പേരാണ് ഹിബാക്കുഷ്. നമ്പർ 39, ഹിബാക്കുഷ് എന്ന ജപ്പാനീസ് വാക്കിൻ്റെ അർത്ഥം. ആൻസർ സ്ഫോടന ബാധിത ജനത. ആൻസർ സ്ഫോടന ബാധിത ജനത. നമ്പർ 40, സഡാക്കോയും 1000 പേപ്പർ ക്രെയിനുകളും എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ്. ആൻസർ എലീനർ കോയർ. എലീനർ കോയർ. 41, 1000 കൊക്കുകളും ഒരു ശാന്തിപ്രാവും എന്ന ബാലസാഹിത്യ കൃതിയുടെ രചയിതാവ്. ആൻസർ പ്രൊഫസർ എസ് ശിവദാസ്. പ്രൊഫസർ എസ് ശിവദാസ്. 43, ശാന്തിയുടെ നഗരം. ആൻസർ ഹിരോഷിമ. ശാന്തിയുടെ നഗരം ഹിരോഷിമ. നമ്പർ 44, ഹിരോഷിമ ഉൾപ്പെടുന്ന സ്ഥലങ്ങൾ സ്ഥിതി ചെയ്യുന്ന ദ്വീപ്. ആൻസർ ഹോൻഷു ദ്വീപുകൾ. ഹോൻഷു ദ്വീപുകൾ. 45, നാഗസാക്കി ഉൾപ്പെടുന്ന സ്ഥലങ്ങൾ സ്ഥിതി ചെയ്യുന്ന ദ്വീപ്. ആൻസർ ക്യൂഷു ദ്വീപുകൾ. ക്യൂഷു ദ്വീപുകൾ. 46, ആദ്യത്തെ ആറ്റം ബോംബിൻ്റെ കെടുതികൾ അനുഭവിച്ചറിഞ്ഞ ജനത സമാധാനത്തിൻ്റെ പ്രതീകമായി പണിത മ്യൂസിയം. ആൻസർ ഹിരോഷിമ പീസ് മെമ്മോറിയൽ മ്യൂസിയം. ഹിരോഷിമ പീസ് മെമ്മോറിയൽ മ്യൂസിയം. നമ്പർ 47, ഹിരോഷിമയിൽ അണുബോംബ് സ്ഫോടനത്തിന് ശേഷം ആദ്യമായി വിരിഞ്ഞ പുഷ്പം. ആൻസർ ഒലിയാണ്ടർ പുഷ്പം. ഒലിയാണ്ടർ പുഷ്പം. 48, രണ്ടാം ലോക മഹായുദ്ധം ആരംഭിച്ച വർഷം. 1939. 1939. 49, ഇന്ത്യയുടെ ആദ്യ അണുബോംബ് പരീക്ഷണ സമയത്തെ പ്രധാനമന്ത്രി ആരായിരുന്നു? ആൻസർ ഇന്ദിരാഗാന്ധി. ഇന്ദിരാഗാന്ധി. നമ്പർ 50, ഇന്ത്യയുടെ ആദ്യ അണുബോംബ് പരീക്ഷണം നടന്ന സ്ഥലം. ആൻസർ പൊക്രാൻ. പൊക്രാൻ. രാജസ്ഥാനിലാണ് ആ സ്ഥലം. പൊക്രാൻ. നമ്പർ 51, 1974 മെയ് 18 നടന്ന ഇന്ത്യയുടെ ആദ്യത്തെ അണുവിസ്ഫോടന പദ്ധതിയുടെ രഹസ്യനാമം. ആൻസർ ബുദ്ധൻ ചിരിക്കുന്നു. ആൻസർ ബുദ്ധൻ ചിരിക്കുന്നു. നമ്പർ 52, ഇന്ത്യയുടെ ആദ്യ അണുബോംബ് പരീക്ഷണത്തിന് ബുദ്ധൻ ചിരിക്കുന്നു എന്ന പേര് നൽകിയ വ്യക്തി. ആൻസർ ഇന്ദിരാഗാന്ധി. 52, ഇന്ത്യയുടെ ആദ്യ അണുബോംബ് പരീക്ഷണത്തിന് ബുദ്ധൻ ചിരിക്കുന്നു എന്ന പേര് നൽകിയ വ്യക്തിയാണ് ഇന്ദിരാഗാന്ധി. നമ്പർ 53, പുറത്തു പോകൂ ശപിക്കപ്പെട്ടവനെ, ഗെറ്റ് ഔട്ട് യു ഡാംഡ് എന്ന കൃതിയുടെ രചയിതാവ്. ആൻസർ സദ്ദാം ഹുസൈൻ. ആൻസർ സദ്ദാം ഹുസൈൻ. 54, യുദ്ധം സമാധാനവും എന്ന പ്രശസ്ത കൃതിയുടെ രചയിതാവ്. ആൻസർ ലിയോ ടോൾസ്റ്റോയ്. യുദ്ധം സമാധാനവും എന്ന പ്രശസ്ത കൃതിയുടെ രചയിതാവാണ് ലിയോ ടോൾസ്റ്റോയ്. നമ്പർ 55,
രണ്ടാം ലോക മഹായുദ്ധത്തിൻ്റെ കെടുതികൾ ഹൃദയസ്പർശിയായി അവതരിപ്പിച്ച ഒരു പെൺകുട്ടിയുടെ ഡയറി 1947 പ്രസിദ്ധീകരിക്കപ്പെട്ടു. ആൻസർ ആൻ ഫ്രാങ്ക്. നമ്പർ 56. രണ്ടാം ലോക മഹായുദ്ധത്തിൻ്റെ വേദനകളും ദുരിതങ്ങളും അവതരിപ്പിച്ച കൃതി. ആൻസർ ആൻ ഫ്രാങ്കിൻ്റെ ഡയറി കുറിപ്പുകൾ. 57. ആൻ ഫ്രാങ്ക് തൻ്റെ ഡയറിയെ വിളിച്ച പേര്. ആൻസർ കിറ്റി. 58. സെക്കൻഡ് ജനറൽ ആർമി ഏത് പേര്? കിറ്റി. സെക്കൻഡ് ജനറൽ ആർമി ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? കിറ്റി. നമ്പർ 59. സെക്കൻഡ് ജനറൽ ആർമി ഏത് രാജ്യത്തിൻ്റെ സൈന്യമായിരുന്നു? ആൻസർ ജപ്പാൻ. സെക്കൻഡ് ജനറൽ ആർമി ഏത് രാജ്യത്തിൻ്റെ സൈന്യമായിരുന്നു? ജപ്പാൻ. നമ്പർ 60. ഇന്ത്യൻ അണുബോംബിൻ്റെ പിതാവ്. ആൻസർ രാജാരാമണ്ണ. 61. ഇന്ത്യൻ അണുശക്തിയുടെ പിതാവ്. ഹോമി ജെ ബാബ. ഇന്ത്യൻ അണുശക്തിയുടെ പിതാവ്. ആൻസർ ഹോമി ജെ ബാബ. നമ്പർ 63. പാക് അണുബോംബിൻ്റെ പിതാവ്. ആൻസർ അബ്ദുൽ ഖാദർ ഖാൻ AQ ഖാൻ. 64. രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ജപ്പാൻ ഭരണാധികാരി. ആൻസർ ഹിരോഹിറ്റോ. 65. രണ്ടാം ലോക മഹായുദ്ധത്തിൽ ഏറ്റവും അവസാനമായി കീഴടങ്ങിയ രാജ്യം. ആൻസർ ജപ്പാൻ. നമ്പർ 66. ഉദയസൂര്യൻ്റെ നാട്. ജപ്പാൻ. ആൻസർ ജപ്പാൻ. 67. ഹൈഡ്രജൻ ബോംബിൻ്റെ പിതാവ്. എഡ്വേർഡ് ടെല്ലർ. ആൻസർ എഡ്വേർഡ് ടെല്ലർ. 68. നാഗസാക്കി എന്ന വാക്കിൻ്റെ അർത്ഥം. ലോങ് കേപ്പ്. നാഗസാക്കി എന്ന വാക്കിൻ്റെ അർത്ഥം ലോങ് കേപ്പ്. നമ്പർ 69. ഹിരോഷിമ എന്ന വാക്കിൻ്റെ അർത്ഥം. ആൻസർ വിശാലമായ ദ്വീപ്. ഹിരോഷിമ എന്ന വാക്കിൻ്റെ അർത്ഥം വിശാലമായ ദ്വീപ്. നമ്പർ 70. രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ലോക സമാധാനത്തിനായി രൂപം കൊണ്ട സംഘടന. ആൻസർ ഐക്യരാഷ്ട്ര സംഘടന, അതായത് UNO. രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ലോക സമാധാനത്തിനായി രൂപം കൊണ്ട സംഘടനയാണ് ഐക്യരാഷ്ട്ര സംഘടന. ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. 2 പാർട്ടായിട്ടാണ് ക്ലാസ് ചെയ്തത്. പാർട്ട് 1 എൻ്റെ സ്ക്രീനിൽ നൽകാം. അതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ക്ലാസ് കാണാവുന്നതാണ്. പുതിയ ക്ലാസ് ലഭിക്കാനായിട്ട് ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക.